പിന്നെ ബ്രില്യൻ്റ് ഓൾസോ ഈ ഒളിമ്പ്യാഡ്സിനുള്ള കോച്ചിങ് അല്ലെങ്കിൽ KVPയുടെ ഇൻ്റർവ്യൂവിനുള്ള ഹെൽപ്പ് ലൈക്ക് പ്രിപ്പറേഷനുള്ള ഹെൽപ്പ് ഇതെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. നീറ്റ് ബാച്ച് ആണെങ്കിൽ എനിക്ക് എൻ്റെ ഐസറിൽ ജോയിൻ ചെയ്യാനുള്ള എൻട്രൻസസ് അതായത് KVPY അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഫേവറേറ്റ് സബ്ജക്റ്റ്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഐസറിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഐസറിൽ എത്തിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മാത്തമാറ്റിക്സ് കൂടുതൽ ഇഷ്ടം തോന്നി. ഞാൻ അവിടുന്ന് പിന്നെ മാത്തമാറ്റിക്സ് ആണ് കണ്ടിന്യൂ ചെയ്തത്. ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയത് ഐസറിൽ ചെന്നിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ചൊരു സ്റ്റാർട്ടിങ് ഇതുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്റ്റലാണ്. വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആണ് ഇന്ത്യയിലെ ഐസർ പൂനെ. ഐസറിൽ എനിക്ക് ഞങ്ങളുടെ കോൺവെക്കേഷനിൽ ബെസ്റ്റ് MSc ഇൻ മാത്തമാറ്റിക്സ് അവാർഡ് ചെയ്തായിരുന്നു. സയൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്, സയൻസ് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഐസർ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഐസർ ഓർ IISc. ഹലോ എവ്രിവൺ, സയൻസ് ലവേഴ്സിൻ്റെ എക്കാലത്തെയും ഫേവറേറ്റ് ക്യാമ്പസുകളിലൊന്നായ ഐസർ പൂനെയിൽ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ബ്രില്യൻറ്റിലെ ഒരു മിടുക്കനായ വിദ്യാർത്ഥിയാണ് ഇന്ന് എൻ്റെ കൂടെയുള്ളത്. സോ കൂടുതൽ വിശേഷങ്ങൾ നമുക്കൊന്ന് ചോദിച്ചറിയാം. ഹലോ, എൻ്റെ പേര് നിഖിൽ TH. ഞാൻ കോട്ടയത്താണ് താമസിക്കുന്നത്. ഞാൻ 2021 +2 പാസ്സായത് ഫ്രം ചാവറ പബ്ലിക് സ്കൂൾ പാല. ഞാൻ ബ്രില്യൻറ്റിൽ 2 വർഷം റെസിഡൻഷ്യൽ ബാച്ചിലായിരുന്നു. നീറ്റിൻ്റെ കോച്ചിങ്ങിലായിരുന്നു. യെസ്, അപ്പോൾ നിഖിൽ നീറ്റാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് വന്നത് അല്ലേ? അപ്പോൾ നീറ്റിലേക്ക് വന്ന ഒരാൾ പിന്നീട് ഐസറിലാണ് ഇപ്പോൾ എത്തിപ്പെട്ട് അവിടെ നിന്ന് കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ വന്ന് ഇരിക്കുകയാണ്. സോ എങ്ങനെയാണ് നീറ്റിൽ നിന്ന് ഐസറിലേക്കുള്ള ആ ഒരു ജമ്പ് എങ്ങനെയായിരുന്നു? അപ്പോൾ ഞാൻ സ്കൂളിലെയും ബ്രില്യൻറ്റിലെയും എല്ലാ അക്കാഡമിക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഫിസിക്സ് പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. അപ്പം അതിലോട്ടുള്ള ഇൻട്രസ്റ്റ് കൂടി ഇഷ്ടം കൂടി ലാസ്റ്റ് ഞാൻ മെഡിക്കലിൻ്റെ പകരം ഫിസിക്സ് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അത് കണ്ടിന്യൂ ചെയ്ത് റിസർച്ചിലോട്ട് പോകാൻ ഡിസൈഡ് ചെയ്തത്. ഇത് ഞാൻ ഡിസൈഡ് ചെയ്തത് +2 ഹാഫൊക്കെ എത്തിയപ്പോഴാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ എൻട്രൻസസിന് കൂടുതൽ പ്രിഫറൻസ് കൊടുത്തു ഇൻസ്റ്റെഡ് ഓഫ് മെഡിക്കൽ എൻട്രൻസ്. അങ്ങനെ ഞാൻ KVPY എഴുതി എയർ 275 കിട്ടി. എന്നിട്ട് ഞാൻ ഐസർ പൂനെ ജോയിൻ ചെയ്തു. ഓക്കെ, അപ്പം നിഖിൽ ഓൾറെഡി പറഞ്ഞു നീറ്റിന് വേണ്ടി വന്നു, അങ്ങനെ ഐസറിലേക്ക് പോയി എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ റെസിഡൻഷ്യൽ ബാച്ച് ആയിരുന്നു. അപ്പോൾ റെസിഡൻഷ്യൽ ബാച്ച് ആവുന്ന സമയത്ത് നമുക്ക് ബോർഡ് എക്സാംസ് ഉണ്ട്. അതിന് കൂടെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഐസർ എക്സാംസിനൊക്കെ വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ എത്രത്തോളം ബ്രില്യൻ്റ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഐസർ എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട്? അതായത് ബ്രില്യൻറ്റിൻ്റെ നമ്മുടെ +1 +2 സയൻസിൻ്റെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഞാൻ നീറ്റ് ബാച്ച് ആയതുകൊണ്ട് അതായിരുന്നു കവർ ചെയ്തത്. അപ്പോൾ അത് കവർ ചെയ്തുകൊണ്ട് ഭയങ്കര വലിയ ഹെൽപ്ഫുള്ളായിരുന്നു. അതായത് നീറ്റ് ബാച്ച് ആണെങ്കിൽ എനിക്ക് എൻ്റെ ഐസറിൽ ജോയിൻ ചെയ്യാനുള്ള എൻട്രൻസസ് അതായത് KVPY അല്ലെങ്കിൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഇതിനൊക്കെ പ്രിപ്പയർ ചെയ്യാൻ അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അത് അവിടെ പഠിച്ചുകൊണ്ടാണ് എനിക്ക് ആ എൻട്രൻസസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയത്. അപ്പോൾ എങ്ങനെയായിരുന്നു? ഒരുപാട് എക്സാംസ് ഒക്കെ നമ്മളുടെ ബ്രില്യൻറ്റിൽ ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അതൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അപ്പം ബ്രില്യൻറ്റിൽ നിന്നുള്ള നീറ്റ് കോച്ചിങ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള കോച്ചിങ് എന്നെ അതർ എൻട്രൻസ് എക്സാംസിന് സഹായിച്ചു. അതായത് KVPY, ഞാൻ KVPY ആണ് എഴുതിയത്. അതിന് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ബ്രില്യൻ്റ് ഓൾസോ ഈ ഒളിമ്പ്യാഡ്സിനുള്ള കോച്ചിങ് അല്ലെങ്കിൽ KVPയുടെ ഇൻ്റർവ്യൂവിനുള്ള ഹെൽപ്പ് ലൈക്ക് പ്രിപ്പറേഷനുള്ള ഹെൽപ്പ് ഇതെല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ബ്രില്യൻറ്റിനുള്ള ഈ ഒരു ഇനീഷ്യേറ്റീവ് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. ഓക്കെ,
അപ്പോൾ നമ്മൾക്ക് ഒരുപാട് എക്സാമുകൾ അറ്റൻഡ് ചെയ്യാനുണ്ട്. എല്ലാ സമയത്തും നമുക്ക് എക്സാമിൽ ഹയസ്റ്റ് മാർക്ക് തന്നെ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല അല്ലേ? അപ്പോൾ ആ സമയത്തൊക്കെ ഡീമോട്ടിവേറ്റഡ് ആയി പോയിട്ടുണ്ടായിരുന്നോ? എനിക്കിത് കിട്ടുമോ അങ്ങനെയൊക്കെയുള്ള ടെൻഷൻസ് ഒക്കെ മനസ്സിലുണ്ടായിരുന്നോ? ബ്രില്യൻ്റ് നടത്തുന്ന എക്സാംസിന് എൻ്റെ മെയിൻ എയിം ആ ഒരു പോർഷനിൽ ആ പർട്ടിക്കുലർ ടെസ്റ്റിൻ്റെ സിലബസിലുള്ള നമുക്ക് മനസ്സിലാകാത്തില്ലെങ്കിൽ ഇതുവരെ കവറാകാത്ത സാധനങ്ങൾ ക്ലിയർ ചെയ്യണം, എന്നിട്ട് ടെസ്റ്റ് എഴുതണം. പിന്നെ കോമ്പറ്റീറ്റീവ്നെസ്സും ഉണ്ടായിരുന്നു, ലൈക്ക് നല്ല മാർക്ക് വാങ്ങിക്കണം. പക്ഷേ മെയിൻ എയിം ഐ തിങ്ക് ഇതായിരുന്നു, അതായത് എനിക്ക് ഈ ഭാഗം കഴിഞ്ഞ എക്സാമിന് ഇതേ ചാപ്റ്ററിൽ ക്ലിയർ അല്ലായിരുന്നു. അപ്പോൾ ഈ എക്സാമിന് അത് കവർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ഗുഡ്, ലൈക്ക് അടുത്ത എക്സാമിന് കുറച്ച് ആ ഭാഗം തീർക്കാമല്ലോ. അതല്ലാതെ ലൈക്ക് ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പം യൂഷ്വലി ലൈക്ക് നോട്ട് ത്രൂ ഔട്ട് ബട്ട് റാങ്ക്സ് കിട്ടിക്കോളും ടെസ്റ്റിന്. ലൈക്ക് ഭയങ്കര ലൈക്ക് എവറി എക്സാം 10-നകത്ത് കൺസിസ്റ്റൻസി വരണമെന്നില്ല, ബട്ട് ഇങ്ങനെ വന്നോളും. ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ഇൻ ദ റിസൾട്ട്സ്. ഓക്കെ. സോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതായിരുന്നു ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ്, അല്ലെങ്കിൽ ഫേവറേറ്റ് സബ്ജക്റ്റ് എന്നൊക്കെ ചോദിച്ചാൽ ഏതായിരുന്നു? എനിക്ക് ഫിസിക്സ് ആയിരുന്നു ഫേവറേറ്റ് സബ്ജക്റ്റ്. അത് ഞാൻ കണ്ടിന്യൂ ചെയ്തിട്ടാണ് ഐസറിൽ ജോയിൻ ചെയ്തത്. പിന്നെ ഐസറിൽ എത്തിയപ്പോൾ എനിക്ക് കുറച്ചും കൂടെ മാത്തമാറ്റിക്സ് കൂടുതൽ ഇഷ്ടം തോന്നി. ഞാൻ അവിടുന്ന് പിന്നെ മാത്തമാറ്റിക്സ് ആണ് കണ്ടിന്യൂ ചെയ്തത്. ഓക്കെ. ദെൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയ ഏതെങ്കിലും സബ്ജക്റ്റ് ഉണ്ടായിരുന്നോ? എനിക്ക് +1 +2 പ്രിപ്പയർ ചെയ്യുമ്പം ഹാർഡസ്റ്റ് ഇനോർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. കാരണം അതിൽ റിയാക്ഷൻസ് ഞാൻ എപ്പോഴും അത്ര മെമ്മറി കുറച്ച് ആവശ്യമുള്ളതുകൊണ്ട് അത് കുറച്ച് പാടായിരുന്നു. അപ്പോൾ ഇതേപോലെ ഇനോർഗാനിക് ബുദ്ധിമുട്ടുള്ള ഇനിയും ആളുകളൊക്കെ ഉണ്ടാവും, അപ്പോൾ അത് പഠിക്കാൻ എന്തെങ്കിലും ട്രിക്കൊക്കെ ഉണ്ടായിരുന്നോ കയ്യിൽ? എനിക്ക് ഇനോർഗാനിക് ആയിരുന്നു ഏറ്റവും പാട്. അപ്പം കൂടുതൽ റിവൈസ് ചെയ്താൽ, അതായത് പ്രത്യേകിച്ച് എക്സാംസ് അടുക്കുമ്പം കൂടുതൽ എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഞാൻ റിവൈസ് ചെയ്തത് ഇനോർഗാനിക്കിലെ റിയാക്ഷൻസും, അല്ലെങ്കിൽ ബയോയിലെ ചില ചാപ്റ്റേഴ്സിൻ്റെ വേർ യു നീഡ് ടു റീകളക്ട് സംതിങ്സ്, അത് പിന്നെയും റിവൈസ് ചെയ്തായിരുന്നു എനിക്ക് ഹെൽപ്ഫുൾ ആയിട്ട്. സോ ബ്രില്യൻറ്റിൽ ഒരുപാട് എക്സാം ഉള്ള പോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പോൾ മെൻറ്റേഴ്സ് ആയിക്കോട്ടെ, കോർഡിനേറ്റേഴ്സ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫാക്കൽറ്റീസ് ആയിക്കോട്ടെ, അവരൊക്കെ എത്രത്തോളം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്? അപ്പോൾ എൻ്റെ ക്ലാസ് ടീച്ചർ വിവേക് സാറായിരുന്നു, പിന്നെ കോർഡിനേറ്റർ സാർ ശ്രീനാഥ് സാറായിരുന്നു. അപ്പം ആ സമയത്ത് എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഓപ്പൺലി സംസാരിക്കാൻ പറ്റുന്ന രണ്ടുപേരായിരുന്നു ഇവർ. പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ലൈബ്രറിയിലെ മാം, ഞങ്ങൾക്ക് ക്യാമ്പസിലുള്ള ലൈബ്രറിയിൽ ബ്രില്യൻറ്റിൻ്റെ ലൈബ്രറിയിലെ മാം ലൈക്ക് ബുക്സൊക്കെ ആയിരിക്കും ലൈക്ക് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. പിന്നെ ബാക്കി ക്ലാസ് ടീച്ചേഴ്സ് എല്ലാവരും ലൈക്ക് നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ദെയർ ലൈക്ക് ഹെൽപ്പ് ചെയ്യാനും അങ്ങനത്തെ എനിക്കൊരു ലൈക്ക് സപ്പോർട്ട് ഇല്ലാത്ത ഒരിക്കലും തോന്നിയിട്ടില്ല. ലൈക്ക് കംഫർട്ടബിൾ ആയിരുന്നു എല്ലാവരുമായിട്ട്. ഓക്കെ. സോ ഐസറിൽ ചെന്ന് അവിടെ ഒരു ഹോസ്റ്റൽ ലൈഫ് അല്ലെങ്കിൽ ഐസറിലെ ലൈഫ് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിരുന്നതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ ആ ഒരു അറ്റ്മോസ്ഫിയറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഞാൻ ആദ്യമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കാൻ തുടങ്ങിയത് ഐസറിൽ ചെന്നിട്ടാണ്. അപ്പോൾ അതിൻ്റേതായ കുറച്ചൊരു സ്റ്റാർട്ടിങ് ഇതുണ്ടായിരുന്നു. പക്ഷേ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഹോസ്റ്റലാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സാണ് ഇന്ത്യയിലെ ഐസർ പൂനെ. ഫ്രണ്ട്സ് ലൈക്ക് തുടക്കം തന്നെ കേരളത്തിൽ നിന്ന് തന്നെ കുറേ പേരുണ്ടായിരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ മേ ബി ഒരു 30 ആൾക്കാർ ഐസർ പൂനെയിൽ 30 ആൾക്കാർ ഞങ്ങളുടെ ബാച്ചിൽ നിന്ന് മലയാളീസ് ആയിരുന്നു. അപ്പോൾ ഒരു 250 സംതിങ് ബാച്ചായിരുന്നു ഞങ്ങളുടെ. ഫ്രണ്ട്സ് ലൈക്ക് ചെല്ലുമ്പോൾ തന്നെ ലൈക്ക് എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ലൈക്ക് ദർ ആർ മെനി ഇവൻറ്റ്സ് ക്യാമ്പസിൽ. അപ്പം എക്സ്ട്രാ കരിക്കുലേഴ്സ് കുറേ ഉണ്ട് ഞങ്ങളുടെ ക്യാമ്പസിൽ പ്രത്യേകിച്ച്. അപ്പോൾ ജസ്റ്റ് ഇവിടുത്തെ പോലെ നമ്മൾ +1 +2 ഭയങ്കര അക്കാഡമിക്സ് മാത്രമാണ് നോക്കുന്നത്. പക്ഷേ കോളേജ് എത്തിക്കഴിഞ്ഞപ്പം ഞങ്ങളുടെ ക്യാമ്പസ് ഭയങ്കര ഇവൻറ്റ്ഫുള്ളായിരുന്നു. അതൊരു വളരെ നല്ല കാര്യമായിരുന്നു. ഓക്കെ. അവിടുത്തെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഫുഡ് ഞങ്ങൾക്ക് 2 മെസ്സുണ്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമ്മൾ അപ്പം പേ ചെയ്യും. സോ ലൈക്ക് ചോയ്സിന് കുറവൊന്നുമില്ല. പിന്നെ ഐസർ പൂനെ വൺ ഓഫ് ദ ലൈക്ക് സിറ്റിയിൽ അടുത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്, ക്യാമ്പസാണ്. അപ്പോൾ നിങ്ങൾക്ക് പുറത്തൊക്കെ പോയി കഴിക്കാനാണെങ്കിലും വെൽ കണക്റ്റഡ് ആണ്.
അപ്പോൾ ഐസറിൽ എത്തുന്നതിന് മുമ്പ് KVPY ഒക്കെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതുപോലെ ഐസറിൽ എത്തിയതിന് ശേഷം എന്തൊക്കെയാണ് കിട്ടിയിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ്? ഐസറിൽ എനിക്ക് ഞങ്ങളുടെ കോൺവെക്കേഷനിൽ ബെസ്റ്റ് MSc ഇൻ മാത്തമാറ്റിക്സ് അവാർഡ് ചെയ്തായിരുന്നു. അതിൽ എൻ്റെ തീസിസ് അത് ഞങ്ങളുടെ 5th ഇയർ മെയ്യിൽ തുടങ്ങിയിട്ട് നെക്സ്റ്റ് ഏപ്രിലിൽ എൻഡ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 1 ഇയർ പ്രോജക്റ്റാണ്. അതിൽ ദേ എൻകറേജ് ദാറ്റ് വി ഡു സം റിസർച്ച് ബട്ട് ആസ് പാർട്ട് ഓഫ് ദ മാസ്റ്റേഴ്സ് തീസിസ്. അപ്പം എൻ്റെ തീസിസ് ലൈക്ക് പ്രോബബിലിറ്റിയിൽ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്സസിൽ ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ബെസ്റ്റ് സെലക്ട് ചെയ്തിട്ട് അവരിൽ ബെസ്റ്റിൽ അവാർഡ് ചെയ്യുന്ന ആണിത്. സോ അങ്ങനെ ഇപ്പോൾ നമ്മളുടെ കോഴ്സൊക്കെ കംപ്ലീറ്റ് ആയിരിക്കുകയാണല്ലേ? അപ്പോൾ വാട്ട്സ് നെക്സ്റ്റ് എനിക്കിപ്പം ഇൻറ്റേൺഷിപ്പ് ഉണ്ട് ഇറ്റലിയിൽ ഒരു കമ്പനിയിൽ മിലാനിൽ. അവിടെ ഞാൻ കമ്പ്യൂട്ടേഷണൽ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞാൻ PhD ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ അത് ഞാൻ സ്റ്റൊക്കാസ്റ്റിക് സ്റ്റൊക്കാസ്റ്റിക് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിൽ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. ആൻഡ് PhD ഐ വിൽ ഗോ ടു യൂറോപ്പ് ഓർ സംവെയർ അബ്രോഡ്. യെസ്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ബ്രില്യൻറ്റിൽ ഒരുപാട് കോർഡിനേറ്റേഴ്സും മെൻറ്റേഴ്സും അതുപോലെ ഫാക്കൽറ്റീസും എല്ലാവരും ഉണ്ട് അല്ലേ? അപ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ഒരു സപ്പോർട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്? അതെ, അപ്പം എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ത്രൂ ഔട്ട് ദോസ് 2 years എനിക്ക് ക്ലാസ് ടീച്ചർ വിവേക് സാർ ഓർ കോർഡിനേറ്റർ ശ്രീനാഥ് സാറിനോട് സംസാരിക്കാൻ ആ ഒരു ഓപ്പൺനെസ് ഉണ്ടായിരുന്നു. അപ്പോൾ പേടി അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പോയി പറയാം, അതിനൊരു സൊല്യൂഷൻ കിട്ടും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കോവിഡ് സമയത്ത് വരെ ഞങ്ങൾ ഓൺലൈനായിരുന്നു ഫുൾ. അപ്പോൾ അപ്പരും സാറ് എനിക്ക് ലൈക്ക് നീറ്റ് മാറി ഇപ്പോൾ റിസർച്ചിന് പോകണമെന്ന് ഡിസൈഡ് ചെയ്തപ്പോഴൊക്കെ ലൈക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നൊക്കെ ആലോചിച്ച് സാറും വേറൊരു ശ്രീനാഥ് സാറും വേറൊരു സാറും കൂടെ നമ്മുടെ വീട്ടിലൊക്കെ വന്നായിരുന്നു. ലൈക്ക് നല്ലൊരു ഡിസ്കഷനൊക്കെ ആയിട്ട് ഒരു ഡിസിഷനൊക്കെ ആയിട്ട് എല്ലാം നന്നായിട്ടാണ് മുന്നോട്ട് പോയത്. ലൈക്ക് നല്ല സപ്പോർട്ടും കോൺഫിഡൻസോടെ തന്നെയാണ് മുന്നോട്ട് പോയത്. അപ്പോൾ നിഖിലിനെ പോലെ തന്നെ ഐസറിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സ്റ്റുഡൻസ് ബ്രില്യൻറ്റിലും അതേപോലെ തന്നെ നമ്മുടെ കേരളത്തിലൊക്കെ ഒരുപാട് പേരുണ്ടായിരിക്കും. സോ ഇനി വരാൻ പോകുന്ന ജൂനിയേഴ്സിനോടൊക്കെ ആയിട്ട് എന്ത് അഡ്വൈസാണ് കൊടുക്കാനായിട്ടുള്ളത്? സയൻസ് ഇഷ്ടപ്പെടുന്നുണ്ട്, സയൻസ് കണ്ടിന്യൂ ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഐസർ ഈസ് എ വെരി ഗുഡ് ഓപ്ഷൻ. ഐസർ ഓർ IISc ബാംഗ്ലൂർ വെരി ഗുഡ് ഓപ്ഷൻ. അപ്പം ജസ്റ്റ് മെഡിക്കൽ ഓർ എൻജിനീയറിങ്ങിൻ്റെ കോച്ചിങ് ആണെന്ന് വിചാരിച്ചിട്ട് അതിന് തന്നെ പോകണമെന്നില്ല. നമ്മൾ +1 +2 സയൻസ് പഠിക്കുമ്പം അതിൽ തന്നെ ഇനിയും പഠിച്ച് ആ നോളജ് എക്സ്പാൻഡ് ചെയ്യാൻ ഉള്ള ഒരു ഇൻട്രസ്റ്റും പാഷനും വരുവാണെങ്കിൽ ഐസർ ഓർ IISc ഇങ്ങോട്ട് ഉറപ്പായിട്ട് നോക്കുക. ഇപ്പം അതിനുള്ള എൻട്രൻസ് ഇപ്പം ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, ഇല്ലെങ്കിൽ അവർ JEE വഴി എടുക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ എഴുതുക. ഈ എൻട്രൻസിനൊക്കെയുള്ള നോളജും കോമ്പറ്റീറ്റീവ്നെസ് നിങ്ങൾ ബ്രില്യൻറ്റിൽ കോച്ചിങ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. സോ ആഗ്രഹിച്ച പോലെ തന്നെ ഭാവിയിൽ നല്ലൊരു മാത്തമാറ്റീഷ്യൻ ആവട്ടെ എന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്.